ആരാണ് ഹിസ്ബുള്ള? നിലവിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ്? അല്പം ചരിത്രം പറഞ്ഞാൽ മാത്രമേ ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് 1970 മുതലുള്ള ചരിത്രമാണ് ഇവിടെ ഞാൻ വിവരിക്കാൻ പോകുന്നത്. ലെബനൻ്റെ അതിനു മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. 1970 PLO ജോർദാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ PLO പരാജയപ്പെട്ടു. അതിനെ തുടർന്ന് PLO അല്ലെങ്കിൽ പലസ്തീനികൾ പലായനം ചെയ്യുന്നത് ലെബനനിലേക്കാണ് അഭയാർത്ഥികളായിട്ട്. ലെബനനിൽ ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ഒരു മെജോറിറ്റിയാണ്. ക്രിസ്ത്യാനികളുടെ ഏകദേശം അത്രയും തന്നെ എണ്ണമുള്ള ഷിയ മുസ്ലിംസ് ഉണ്ട്, അതുപോലെ സുന്നി മുസ്ലിംസ് ഉണ്ട്. ശാന്തതയും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമൊന്നും ആയിരുന്നില്ല 1970. അവിടെ പല തരത്തിലുള്ള തർക്കങ്ങൾ അരങ്ങേറുന്നുണ്ട്. എങ്കിൽ പോലും വലിയൊരു വിപ്ലവമൊന്നും അവിടെ അരങ്ങേറുന്നില്ല. എന്നാൽ 1970 PLOയുടെ കുടിയേറ്റം നടന്നതിന് ശേഷം അവിടെ വലിയ ഒരു സിവിൽ വാർ ആരംഭിക്കുകയാണ്. 1970 മുതൽ 1995 വരെ നീണ്ടുനിന്ന ഒരു വലിയ നാണം കെട്ട സിവിൽ വാർ. PLOയ്ക്ക് ഒട്ടും തന്നെ ക്രിസ്ത്യൻസിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻസ് അവിടെ വളരെയധികം ശക്തരായിരുന്നു. അവരെ പുറത്താക്കണം, പൂർണ്ണമായിട്ടും സുന്നികൾ ഭരിക്കുന്ന ഒരു രാജ്യമാക്കി ലെബനനെ മാറ്റണം. ഇതായിരുന്നു PLOയുടെ ആഗ്രഹം. അതിനോടൊപ്പം തന്നെ ഇസ്രയേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും PLOയ്ക്ക് ഉണ്ട്. PLO സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംസാണ്. ലെബനിലുള്ള സുന്നി മുസ്ലിംസിനോടൊപ്പം ചേർന്ന് ഇവർ മറ്റുള്ള ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. ഒരു സിവിൽ വാറിൻ്റെ ആരംഭമാണ്. പക്ഷേ ഷിയ മുസ്ലിംസ് ഈ ഘട്ടത്തിൽ ശാന്ത സ്വഭാവമുള്ള അല്ലെങ്കിൽ അല്പം ദുർബലരായിട്ടുള്ള ഒരു വിഭാഗമാണ്. അവർ അമോൽ എന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നത്. അമോൽ സംഘടന കുറച്ചുകൂടെ പുരോഗമന ചിന്താഗതിയുള്ള ഒരു സംഘടനയാണ്. അവർക്ക് ഇത്തരത്തിലുള്ള വർഗീയ ലഹളയോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ PLOയുടെ ഈ കടന്നുകയറ്റവും സിവിൽ വാറും ഒന്നും ഷിയ മുസ്ലിംസിന് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. അവിടെ ഏറ്റവും കൂടുതലായിട്ട് യുദ്ധം നടക്കുന്നത് PLOയും അവിടുത്തെ ക്രിസ്ത്യൻസും തമ്മിലാണ്. 1975 ആയപ്പോൾ PLOയ്ക്ക് കൂടുതൽ ശക്തി പകരാനായി പലസ്തീൻ മേഖലയിൽ നിന്നും കൂടുതൽ പലസ്തീനികൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. സ്വന്തം രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സിവിൽ വാർ കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ലാതെ അന്നത്തെ ലെബനൻ പ്രസിഡൻ്റായ ഏലിയാസ് സർക്കീസ് അയൽരാജ്യമായ സിറിയയിലേക്ക് ഒരു സന്ദേശം അയച്ചു. 1975 ജൂൺ മാസത്തിലാണ് ഈ സന്ദേശം അയക്കുന്നത്. ഞങ്ങളെ സഹായിക്കണം, PLOയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തി വിടണം. കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിൽ ലെബനനു വേണ്ടി അറബ് ലീഗ് ഒരു ഫോഴ്സിനെ വിട്ടുകൊടുത്തു. സിറിയൻ അറബ് ഡിറ്ററൻറ്റ് ഫോഴ്സ് എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. PLOയ്ക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. PLO യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത് 1977 സിവിൽ വാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ അയൽ രാജ്യമായ ഇസ്രയേലിനെ അവർ ആക്രമിക്കുന്നുണ്ട്. ഭൂപടം പരിശോധിക്കുകയാണെങ്കിൽ ലെബനൻ്റെ തെക്ക് ഭാഗത്തായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേലിനെ ഒരു കാരണവുമില്ലാതെ PLO ആക്രമിക്കുകയായിരുന്നില്ല. PLO തുടങ്ങിയത് തന്നെ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ചരിത്രം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. ഇസ്രയേലും PLOയും തമ്മിൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു ബന്ധമല്ല. അതിനെ തുടർന്ന് തന്നെയാണ് 1977 ഇസ്രയേലിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങിയത്. 1978 ഇസ്രയേലിൻ്റെ ഉത്തരഭാഗത്തുള്ള സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്തു നിന്നും 2 ബസ്സുകൾ PLO ഹൈജാക്ക് ചെയ്തു. ആ 2 ബസ്സിലും നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഇസ്രയേലികളായിരുന്നു. ഹൈജാക്ക് ചെയ്തു വരുന്ന വഴിക്ക് മുൻപിൽ കണ്ട വാഹനങ്ങളെയൊക്കെ അവർ തുരുതുര വെടിവെച്ചു. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള നിരവധി ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു. കൃത്യമായിട്ട് പറഞ്ഞാൽ 37 പേരാണ് മരണമടഞ്ഞത്. ഏകദേശം 100ഓളം ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റു. ഈ സംഭവം കോസ്റ്റൽ റോഡ് മസാക്രെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റെഫറൻസുകളൊക്കെ തന്നെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിൽ ഈ ഒരു മസാക്രയെക്കുറിച്ചുള്ള വിവരണവും കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു സംഭവം നടന്ന് 4 ദിവസങ്ങൾക്ക് ശേഷം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. ഓപ്പറേഷൻ ലിറ്റാനി എന്ന പേരിലാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. ലെബനൻ്റെ തെക്കു ഭാഗത്തൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ലിറ്റാനി നദി. ആ ലിറ്റാനി നദി വരെയുള്ള പ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുത്തു. അതിനുശേഷമാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ നിന്നും ഒരു റെസൊല്യൂഷൻ പാസ്സായി വരുന്നത്. വെടിനിർത്താനുള്ള ഉത്തരവാണ് UN കൊടുത്തത്. അതിനെ തുടർന്ന് ഇസ്രയേൽ അവിടെ നിന്നും പിൻവാങ്ങി. അതിനുശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ളൊരു മാറ്റം സംഭവിക്കുന്നത് 1982 നടന്ന ഒരു സംഭവമാണ്. PLO UK ഇസ്രയേലിൻ്റെ അംബാസഡറിനെ കൊല്ലാൻ ശ്രമിച്ചു. ആ അംബാസഡർ മരണമടഞ്ഞില്ല. പക്ഷേ അത് ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. ആ യുദ്ധമാണ് 1982 ഒന്നാം ലെബനീസ് വാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലെബനൻ എന്ന രാജ്യത്തിൻ്റെ തെക്കു ഭാഗത്തായിട്ടാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞു. ഇസ്രയേൽ അതുകൊണ്ട് തന്നെ ആക്രമിക്കുന്നത് ഈ തെക്കു ഭാഗത്തെയാണ്. പക്ഷേ ഈ തെക്കു ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത് ഷിയ വിഭാഗത്തിലുള്ള മുസ്ലിംസ് ആണ്. ഈ ഘട്ടത്തിൽ ഷിയകൾ യുദ്ധത്തിനോടൊട്ടും താല്പര്യമില്ലാത്ത ആളുകളാണെന്ന് ഞാൻ പറഞ്ഞു. അമോൽ സംഘടനയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് ഷിയയിലെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് ആണ്. അതിനോടൊപ്പം തന്നെ PLOയ്ക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വേട്ടയാടപ്പെട്ടതിനാൽ ഷിയയിലുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ ഈ അമോളിൽ നിന്നും വെളിയിലേക്ക് വരികയും അവർ ഒരു സായുധ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ആ സായുധ സംഘടനയാണ് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസും വെപ്പണും പരിശീലനവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഇറാനാണ്. കാരണം ഇറാനും ഈ ഷിയ മുസ്ലിംസിനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇറാനിലുള്ളതെല്ലാം ഷിയ മുസ്ലിംസാണ്. ഷിയ മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ലെബനിലുള്ള ഷിയ മുസ്ലിംസിനോട് ഇറാനികൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ ശക്തിപ്പെടുത്താനായി ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമുള്ള സഹായങ്ങൾ അവർ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അറേബ്യൻ മേഖലകളിലുള്ള പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സായുധ സംഘടനകളുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും ഹിസ്ബുള്ള ഒരു വലിയ സായുധ സംഘടനയൊന്നുമായി മാറുന്നില്ല. അവർ എണ്ണത്തിൽ കുറവാണ്. കാരണം അധികം ഷിയകളൊന്നും ഈ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഇപ്പോഴും അമോൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ദക്ഷിണ ഭാഗം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇസ്രയേലിന് കീഴ്പ്പെടുത്താൻ സാധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഷിയകളും PLOയും അവിടെ നിന്ന് പിൻവാങ്ങി മറ്റ് ലെബനൻ്റെ കേന്ദ്രങ്ങളിലേക്ക് അവർ പലായനം ചെയ്തു. ഇസ്രയേലിന് ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് വരെ കീഴ്പ്പെടുത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ PLO അവിടെ നിന്നും ട്രൈപ്പോളി എന്ന ഒരു പ്രദേശത്തേക്കാണ് മാറിയത്. ഈ ഘട്ടത്തിൽ ഇസ്രയേൽ ഒറ്റയ്ക്കായിരുന്നില്ല. ഇസ്രയേലിനോടൊപ്പം വേറെ 2 ഫോറിൻ കൺട്രീസ് കൂടി ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രാൻസ് ആണ്, മറ്റൊന്ന് അമേരിക്കയാണ്. ഫ്രാൻസിന് ലെബനനുമായിട്ട് വലിയൊരു ബന്ധം തന്നെയുണ്ട്. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പ്രദേശം അടക്കി ഭരിച്ചിരുന്നത് ഫ്രാൻസ് ആണ്. അവരിൽ നിന്നാണ് ലെബനന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും അവിടെ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. 1982 തന്നെ ഇസ്രയേൽ ലെബനനിൽ പുതിയൊരു ഗവൺമെൻറ് സ്ഥാപിച്ചു. പക്ഷേ PLOയും ഹിസ്ബുള്ളയും വെറുതെ ഇരുന്നില്ല. അവർ അവിടെ നിന്നൊന്ന് പിന്മാറിയെങ്കിൽ പോലും വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അവർ സൂയിസൈഡ് ബോംബായിട്ട് ഈ മിലിറ്ററി ഗ്രൂപ്പുകളുടെയൊക്കെ ക്യാമ്പുകൾ വന്ന് സ്വയം പൊട്ടിത്തെറിച്ചു. അങ്ങനെ കനത്ത നഷ്ടമാണ് ഫ്രാൻസിനും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടാകുന്നത്. ഒട്ടും വൈകാതെ തന്നെ ഫ്രാൻസും അമേരിക്കയും അവിടെ നിന്നും പിൻവാങ്ങി. പക്ഷേ ഇസ്രയേൽ പിൻവാങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. കാരണം അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം ഒരു ഗവൺമെൻറ്റിനെ സ്ഥാപിക്കാൻ സാധ്യമായിരിക്കുന്നു. ഇനി PLOയെ കൂടി തുറച്ചു നീക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുകയുള്ളൂ എന്ന് അവർ സ്വയം തീരുമാനിച്ചു. ലെബനനിൽ ഈ ഘട്ടത്തിൽ ഇസ്രയേലിനോടൊപ്പമുള്ളത് ലെബനനിലെ ക്രിസ്ത്യൻസിൻ്റെ മിലിറ്ററി ഗ്രൂപ്പാണ്. ഈ 2 കൂട്ടരും കൂടി ചേർന്ന് വളരെ മൃഗീയമായിട്ടുള്ള ഒരു ആക്രമണമാണ് 1982 സെപ്റ്റംബർ മാസത്തിൽ നടപ്പിലാക്കുന്നത്. 3000-ഓളം വരുന്ന പലസ്തീനികളും ഷിയ മുസ്ലിംസും മരണമടഞ്ഞു. അതിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് ആയിരുന്നു. കയ്യിൽ ആയുധമില്ലാത്ത വ്യക്തികളായിരുന്നു. ഹിസ്ബുള്ളയെ ശരിക്കും വളർത്തിയെടുത്തത് ഇറാനല്ല, അത് ഇസ്രയേലാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതാണ് ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറുന്നത്. ഹിസ്ബുള്ളയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ലെബനനിൽ ലഭ്യമായി. അതുവരെ ദുർബലമായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. അവർക്ക് വലിയ ആയുധ ബലമുണ്ട്, പക്ഷേ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. എങ്കിൽ
ഇതിനെ തുടർന്ന് നിരവധി ആളുകൾ ഹിസ്ബുള്ളയുടെ ഭാഗമായി. ഷിയകളാണ് പ്രധാനമായിട്ടും ഇവരോടൊപ്പം കൂടെ ചേരുന്നത്. കാരണം അവിടെയുള്ള ആളുകൾ ശരിക്കും ഷിയ വിഭാഗത്തിലെ ആളുകൾ തന്നെയാണ്. പിന്നീട് അവിടെ അരങ്ങേറുന്നത് നിരവധി സൂയിസൈഡ് ബോംബുകളാണ്. ഷിയകൾ ശരീരത്ത് ബോംബുകൾ ഘടിപ്പിച്ച് ഇസ്രയേലികളുടെ ക്യാമ്പുകളിൽ എത്തിച്ചേർന്ന് സ്വയം പൊട്ടിത്തെറിക്കുന്നു. നിരവധി ഇസ്രയേലികൾ മരണമടയുന്നു. ഈ ഘട്ടത്തിൽ ലെബനനിലെ പ്രസിഡന്റ് ബാഷിർ ഗാമയിലാണ്. അദ്ദേഹത്തിന് കൂറ് ഇസ്രയേലിനോടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും കൊല ചെയ്യപ്പെട്ടു. ഇതിനുശേഷമാണ് ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. ലെബനിലുള്ള സൈന്യത്തെ പൂർണ്ണമായിട്ടും പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പിൻവലിക്കാൻ തുടങ്ങി. പക്ഷേ പൂർണ്ണമായിട്ടും മിലിറ്ററി ഗ്രൂപ്പിനെ പിൻവലിക്കുന്നില്ല. ആ ഇസ്രയേലിൻ്റെ ബോർഡറിലായിട്ട് ഒരു സെക്യൂരിറ്റി സോൺ അവർ സ്ഥാപിച്ചു. ഇസ്രയേലിലല്ല സ്ഥാപിക്കുന്നത്, ലെബനനിലാണ്. ഇസ്രയേലിൻ്റെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിട്ട് സെക്യൂരിറ്റി സോൺ സ്ഥാപിച്ച് അവിടെ നിന്ന് ആക്രമിക്കാൻ തുടങ്ങി. അവർ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുന്നില്ല. പക്ഷേ അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. ഹിസ്ബുള്ള ഇവരുടെ ഈ സെക്യൂരിറ്റി സോണിനെ ശക്തമായിട്ട് തന്നെ ആക്രമിക്കുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇസ്രയേലികൾക്കാണ്. കാരണം മരിക്കാൻ ഭയമില്ലാത്ത ഒരു വിഭാഗം ആളുകളാണ് ഈ ഹെസ്ബുള്ളയിലുള്ളത്. അവർ ചാവേറായിട്ടാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത നാശനഷ്ടമാണ് ഇസ്രയേലിന് ഈ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. 1990 ആയപ്പോൾ തായിഫ് എഗ്രിമെൻ്റ് ഉണ്ടായി. ലബനനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു എഗ്രിമെൻ്റ് മുന്നോട്ട് വെച്ചത്. ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് നിലവിലെ സായുധ സംഘടനകളൊക്കെ ആയുധം നിലത്തുവെച്ച് പൊളിറ്റിക്കൽ പാർട്ടികളായിട്ട് മാറണം. രാഷ്ട്രീയത്തിലൂടെ ആയിരിക്കണം ഇനിയുള്ള യുദ്ധങ്ങൾ നടക്കേണ്ടത്. അതായത് സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ സ്ഥാപിക്കണം. പക്ഷേ ഈ എഗ്രിമെൻറ്റിൽ ഒരു കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സായുധ സംഘടനയും ഇത്തരത്തിൽ ആയുധം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഹിസ്ബുള്ളയ്ക്ക് മാത്രം അവരുടെ മിലിറ്റൻറ്റ് ഗ്രൂപ്പിനെ നിലനിർത്താം. അവർക്ക് അതേസമയം തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറാം. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഒരേ സമയം തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയും അതുപോലെ തന്നെ ഒരു സായുധ സംഘടനയുമായിട്ട് ഹിസ്ബുള്ള മാറി. ഹിസ്ബുള്ളയെ പല രാജ്യങ്ങളും വിശേഷിപ്പിക്കുന്നത് ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ്. എന്നാൽ മറ്റു ചില രാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഒരു സായുധ സംഘടനയായിട്ടാണ്, അല്ലെങ്കിൽ ലെബനൻ്റെ തന്നെ ഒരു മിലിറ്ററി ഫോഴ്സ് ആയിട്ടാണ്. ഹിസ്ബുള്ളയ്ക്ക് ഈ ഘട്ടത്തിൽ ലെബനീസ് പാർലമെൻറ്റിൽ 15 അംഗങ്ങളുണ്ട്. അതിനു പുറമെ 2 മന്ത്രിമാരുമുണ്ട്. സായുധ സംഘടനയായിട്ട് നിലനിൽക്കാനുള്ള അധികാരം ലഭ്യമായതിനു ശേഷം അവർ അവരുടെ ആയുധത്തിൻ്റെ മൂർച്ച വർദ്ധിപ്പിച്ചു. കനത്ത പ്രഹരമാണ് ഇസ്രയേലികൾക്ക് സെക്യൂരിറ്റി സോണിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനെ തുടർന്ന് 1997 ഇസ്രയേൽ വീണ്ടും ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. ഫോർ മദർ മൂവ്മെൻറ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. യുദ്ധത്തിൽ മരിച്ചുപോയ പട്ടാളക്കാരുടെ, ഇസ്രയേലി പട്ടാളക്കാരുടെ അമ്മമാർ നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു. യുദ്ധം ഇനി ആവശ്യമില്ല, ലബനിൽ നിന്നും മടങ്ങി വരിക, സെക്യൂരിറ്റി സോണിൽ ഒരു പട്ടാളക്കാരെ നിർത്തണ്ട എന്നതായിരുന്നു അവരുടെ ആവശ്യം. ഇസ്രയേൽ പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെയും മൂവ്മെൻറ്റുകളെയും അവർക്ക് അവഗണിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അടുത്തതായി അധികാരത്തിൽ വന്ന വ്യക്തി, ഇസ്രയേൽ അധികാരത്തിൽ വന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെ തിരികെ ഇസ്രയേലിലേക്ക് തന്നെ കൊണ്ടുപോയി. സെക്യൂരിറ്റി സോണിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് സദേൺ ലെബനൻ ആർമിയാണ്. അതായത് ഇസ്രയേലിനോടൊപ്പം ഇത്രയും നാൾ യുദ്ധം ചെയ്തിരുന്ന ലെബനീസ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ആ സെക്യൂരിറ്റി സോണിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് വളരെ അനായാസമായിട്ട് തന്നെ അവിടെ അവശേഷിച്ച ഈ പട്ടാളക്കാരെ നശിപ്പിക്കാൻ സാധിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ നടന്നിരുന്നു. എന്നാൽ വലിയൊരു യുദ്ധം നടക്കുന്നത് 2006 2006 ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് കടന്നു ചെന്ന് നിരവധി ഇസ്രയേലികളെ കൊന്നു. അതിൻ്റെ പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധമാണ് പിന്നീട് രണ്ടാം ലെബനീസ് യുദ്ധമായി മാറിയത് വർഷം 2006. പക്ഷേ ഈ യുദ്ധം വെറും 34 ദിവസങ്ങൾ മാത്രമാണ് നീണ്ടു നിന്നത്. 34 ദിവസമായപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ മറ്റൊരു റെസൊല്യൂഷനുമായി വന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് 2 കൂട്ടർക്കും കൊടുത്തത്. ഇവിടെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത് ഇസ്രയേലിനാണ്. പക്ഷേ ഇസ്രയേൽ ആദ്യഘട്ടങ്ങളിൽ അങ്ങനൊരു നാശനഷ്ടം ഉണ്ടായില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഇത് അന്വേഷിക്കാൻ വേണ്ടി അവർ തന്നെ നിയമിച്ച കമ്മിറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞത്, ഇസ്രയേലിന് ഗുരുതരമായിട്ടുള്ള തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നാണ്. അതേസമയം ഹിസ്ബുള്ളയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്രയേലിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ
ഹിസ്ബുള്ളയുടെ നാശനഷ്ടങ്ങൾ കാര്യമായിട്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. അതിനുശേഷം വീണ്ടും ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നത് ഈ വർഷമാണ്. അതിൻ്റെ കാരണം ഗാസ മുനമ്പിൽ നടന്ന ഹമാസുമായിട്ടുള്ള ഇസ്രയേലിൻ്റെ ആക്രമണമാണ്. ആ യുദ്ധം ഇപ്പോഴും ഒരു ഭാഗത്ത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്തരത്തിൽ ഹമാസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയോ ഇസ്രയേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പ് ഇവരെ ആക്രമിക്കുന്നതാണ്. അങ്ങനെയാണ് ഹിസ്ബുള്ള വീണ്ടും യുദ്ധരംഗത്തേക്ക്, സജീവമായിട്ടുള്ള യുദ്ധരംഗത്തേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ അതിശക്തമായിട്ടുള്ള യുദ്ധം നിലവിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം പോലെയല്ല ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ നടക്കുന്ന യുദ്ധം. കാരണം ഹിസ്ബുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ ഘട്ടത്തിൽ ഇസ്രയേലിനും സംഭവിക്കും. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇസ്രയേൽ ഏതാണ്ട് 10,000-ഓളം വരുന്ന റോക്കറ്റുകളാണ് ലെബനനിലേക്ക് അയച്ചത്. അതിനെ തുടർന്ന് 500-ഓളം പേർ മരണമടഞ്ഞു എന്നും പറയുന്നു. ഈ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് അവർ ലെബനിലുണ്ടായിരുന്ന ആളുകൾക്ക് ഒരു സന്ദേശം SMS-ൻ്റെ രൂപത്തിൽ അയക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് പലായനം ചെയ്യുക, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്നായിരുന്നു ആ സന്ദേശം. ലെബനനിലെ മന്ത്രിമാർക്ക് പോലും ഇത്തരത്തിലുള്ള സന്ദേശം കിട്ടി. അതുകൊണ്ട് തന്നെ പല ആളുകളും ലെബനൻ തെരുവിലൂടെ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ബെയ്റൂട്ടിലെ പട്ടണങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് സംഭവിക്കുന്നത്. കാരണം ആളുകൾ കയ്യിൽ കിട്ടിയതുമായിട്ട് വാഹനങ്ങളിലേറി അവിടെ നിന്നും രക്ഷപ്പെടാൻ പോവുകയാണ്. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായതിന് ശേഷം ഒട്ടും വൈകാതെ തന്നെ ലെബനനിൽ നിന്നും ഒരു തിരിച്ചടിയും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇസ്രയേലിലും സംഭവിക്കുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യുദ്ധം അവസാനിക്കേണ്ടത് മനുഷ്യരാശിയുടെ തന്നെ ആവശ്യമാണ്. ഒരു സൊല്യൂഷനുമായിട്ട് ഇത്തവണ വീണ്ടും UN അവതരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ കൂടി ഇതിൽ ഇൻവോൾവായി ഈ യുദ്ധം ഈ ഘട്ടത്തിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് വലിയ വില തന്നെയായിരിക്കും. നിരവധി മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞു പോകുന്നതാണ്.